ആ വീടിൻ്റെ ചുമരിൽ ഇതാ ഇപ്പോഴും ദൈവം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു ദൈവങ്ങൾക്കും ഈ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ നമ്മുടെ പുലിമുട്ടിൻ്റെ അടുത്താണ് കേട്ടോ. അതായത് നമ്മുടെ ചേറ്റുവ പുലിമുട്ടിൻ്റെ അടുത്താണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ ചൂണ്ടയിടാനൊക്കെ ഒരുപാട് പേര് വരുന്ന ദിവസമാണ് ഞായറാഴ്ച. എല്ലാവർക്കും അവധിയൊക്കെ അല്ലേ, അപ്പോൾ കുറേ പേര് ചൂണ്ടയിടാനായിട്ട് ഇറങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് പുലിമുട്ടിലേക്ക് ഒന്ന് നടന്ന് നോക്കാം. അവിടെ കുറേ പേര് നിൽക്കുന്ന കാണുന്നുണ്ട് ചൂണ്ടയിടാൻ. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയില്ല. വെള്ളം അത്യാവശ്യം കുറച്ച് കലക്കമുള്ള വെള്ളമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയില്ല. കലക്ക വെള്ളമാണെങ്കിലും മറ്റേ കോര പോലത്തെ ഐറ്റംസൊക്കെ ഈ വെള്ളത്തിൽ കിട്ടാറുണ്ട്. പക്ഷേ വറ്റ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടാൻ കുറച്ചുകൂടിയും തെളിഞ്ഞ വെള്ളം എന്നല്ല, എന്നാലും ഇത്രയും കലക്കമുള്ള വെള്ളത്തിൽ അങ്ങനെ അധികം കിട്ടാറില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പുലിമുട്ടിലേക്കൊന്ന് കയറി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചേറ്റുവ പുലിമുട്ട്. അപ്പുറത്ത് കാണുന്നത് മുനയ്ക്കക്കടവ് പുലിമുട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൂടെയാണ് നമ്മുടെ അഴിമുഖം. അവിടെ ഹാർബറിലേക്കുള്ള വള്ളങ്ങളും ബോട്ടുകളൊക്കെ ഇതിലാണ് കയറുക. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. മിക്കവർക്കും അറിയാം, എന്നാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ കടൽ അത്യാവശ്യം ഇന്ന് കലക്കമുണ്ട്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, വൈഡ് ആംഗിൾ ആയതുകൊണ്ട്. ഇപ്പോൾ ആ ഒരു ഡിങ്കി ക്രോസ് ചെയ്ത് വരുന്നുണ്ടോ, തിര ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. മീനൊന്നും അടിക്കുന്നില്ല, വെള്ളം മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഏറ്റം തള്ളണ സമയത്ത് വേറെ വെള്ളം വരും. ആ സമയത്ത് ചിലപ്പോൾ മീനടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് മീനൊന്നും കിട്ടണില്ല. ഇപ്പോൾ ഈ കലക്കവെള്ളത്തിൽ കിട്ടാവുന്ന ചെറിയ ഏട്ടക്കുട്ടികൾ, പിന്നെ കോര, ഇതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കുറേശ്ശെ കിട്ടുന്നുണ്ട്. അല്ലാതെ കോരയൊക്കെ ശരിക്കും അടിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്ക് എറിഞ്ഞ് അങ്ങ് വെള്ളത്തിലേക്ക് വീഴാൻ സമയം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഇവർ ഓടി വന്ന് ചാടി അടിക്കും. ചിലപ്പോൾ ഒരു 4 ഹുക്കൊക്കെ ഇട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മീനുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കോര അടിച്ചു തുടങ്ങിയാൽ ശരിക്കും അടിക്കാറ്. പക്ഷെ അതുപോലുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ആ മുട്ടിലും ആൾക്കാരുണ്ട്, അവിടെ വേണമെങ്കിൽ പോയി നോക്കാം. പക്ഷെ അവിടെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ, അല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ മുന്നത്തെ ദിവസമൊക്കെ നമ്മുടെ അവിടെയൊക്കെ അത്യാവശ്യം മീൻ കിട്ടിയിരുന്നു, വറ്റയും ഏരിയൊക്കെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല, നല്ല വെയിൽ ഉദിച്ചു തുടങ്ങിട്ടോ. അതുപോലെ വള്ളങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കടലിൽ. വള്ളങ്ങളുണ്ട്, ചെറിയ ഫൈബർ വഞ്ചികൾ, ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്തിൻ്റെ ഒരു കടൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ഉള്ള കടലാണ്. പക്ഷേ ഈ റിസ്കിൽ ഇവർ മീൻ പിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, അതായത് ഈ വള്ളത്തിലൊക്കെ പോകുന്നവർ, ട്രോളിംഗ് ബോട്ടുകളല്ല, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അധികം മീൻ കിട്ടുന്ന മീനിന് വിലയുള്ളതുമായിട്ടുള്ള സമയമാണ് ഈ ഒരു ട്രോളിംഗ് നിരോധന കാലം. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ട്രോളിംഗ് ബോട്ടുകൾ ഉണ്ടാവില്ല, അതുകൊണ്ട് അവരുടെ മീൻ വരില്ല. ഹാർബറിൽ മൊത്തം ഇവർ കൊണ്ടുവരുന്ന മീനുകളായിരിക്കും. വള്ളക്കാരുടെ മീൻ ചെറിയ ഫൈബർ വള്ളങ്ങൾ കൊണ്ടുവരുന്ന മീനുകൾ, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വള്ളക്കാരുടെ മീനിനൊക്കെ അത്യാവശ്യം അവർ അധ്വാനിക്കുന്നതിനനുസരിച്ചോ അതിൽ കൂടുതലോ ആയിട്ടൊക്കെ വില കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവർക്ക് ശരിക്കും നല്ലൊരു സമയമാണ് ഈ ഒരു സമയം. പക്ഷേ നല്ല സമയം എന്ന് പറഞ്ഞാൽ പക്ഷേ റിസ്ക്കും ഉണ്ട്. ജീവൻ പണയം വെച്ചിട്ട് പോലെ പോകുന്ന സമയമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കടൽ ഏത് നിമിഷവും കടലിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ദിവസവും വാണിങ്ങുകൾ ഉണ്ടാവാറുണ്ട്, കാറ്റിൻ്റെ വാണിങ് ഉണ്ടാവാറുണ്ട്, കടൽ കൂടാറുണ്ട്, തിരമാലകൾ ഉണ്ടാവാറുണ്ട്. ഈ അഴി മുറിച്ച് കടക്കാൻ തന്നെ വലിയ പാടാണ് ഈ മഴക്കാലത്തൊക്കെ. കാരണം വലിയ തിരമാലകളെ മുറിച്ച് കടന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനും. ഇതൊക്കെ വലിയ റിസ്ക്കാണ്. എന്നാൽ അവർ അധ്വാനിക്കുമ്പോൾ
പണവും കിട്ടുന്നൊരു സമയമാണ്. പക്ഷേ ഇതിനു മുമ്പ് നമുക്കറിയാം ശരിക്കും മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടത്തിലായിരുന്നു. അതായത് മീനിന് വിലയില്ല, മീനില്ല, കിട്ടുന്ന മീനിന് വിലയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു സമയമെന്നും പറയാം, എന്നാൽ വളരെ റിസ്ക് പിടിച്ച സമയമാണ്. ഇനിയിപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിയുന്നതോടുകൂടി യന്ത്രവൽകൃത യാനങ്ങൾ, അതായത് ട്രോളിംഗ് ബോട്ടുകളൊക്കെ കടലിൽ പോയി തുടങ്ങുമ്പോൾ ഇവരുടെ മീനിന് ഡിമാൻഡ് കുറയും, അതുപോലെ വില കുറയും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മേഖലയിൽ. എന്തായാലും എന്താ പോയവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ രാവിലെ പുലർച്ചെ പോയ വള്ളങ്ങളൊക്കെ തിരിച്ചു വരേണ്ട സമയമാണ്. കുറേയൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പുലിമുട്ട്, നമ്മുടെ ചൂണ്ടക്കാരുടെ നെക്സ്റ്റ് പുലിമുട്ട്. സാധാരണ മെയിൻ പുലിമുട്ടിലും പിന്നെ ഈ പുലിമുട്ടിലുമാണ് ഏറ്റവും അധികം ചൂണ്ടക്കാർ ചൂണ്ടാറുള്ളത്. അതിൻ്റെ ഇടയിലുള്ള 2 പുലിമുട്ടുകളുണ്ട്, അതിൽ കുറവാണ്, ചൂണ്ടയിടൽ കുറവാണ്. എന്നാലും ആൾക്കാരുണ്ടാവാറുണ്ട്. അവിടുത്തെ ചെറിയ പുലിമുട്ടിൽ 2 ആളിപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്. വെള്ളം അവിടത്തേക്കാളും മോശമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് ഭയങ്കര കലക്കമാണ് വെള്ളം. അപ്പോൾ പല്ലിക്കോര അടിച്ചിട്ടാ നല്ല വലുപ്പം പറഞ്ഞ കണ്ട പല്ലിക്കോര ഇതുപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് കിട്ടണമെന്നില്ല. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാട്ടാ. പുള്ളി ചാനലൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. നവീൻ പോൾ എന്നാണ് പേര്. പുള്ളിയോടെ ചൂണ്ടാൻ വരാറുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ വന്ന് ആളുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം നിൽക്കണു. ഇതിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. എന്നാലും ആദ്യത്തെ മീനാണ് ഇന്നത്തെ. അപ്പം അങ്ങനെ എല്ലാവർക്കും കിട്ടണമൊക്കെ ഉണ്ട്. പക്ഷേ നന്നായിട്ട് കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. വല്ലപ്പോഴൊക്കെ കിട്ടണുള്ളൂ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല. ഈ മഴക്കാലത്തിൻ്റെ ഇടയ്ക്കുള്ള വെയിലുണ്ടല്ലോ, ഭയങ്കര ചൂടാണ്. സാധാരണ വേനൽക്കാലത്തുള്ള വെയിലിനേക്കാളും ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ചൂട്. ദാഹിച്ചിട്ടും പാടില്ല. വണ്ടിയിൽ വെള്ളം കുപ്പി ഇരിക്കുന്നുണ്ട്. വെള്ളം എടുത്ത് കുടിക്കട്ടെ പോയിട്ട്. ചൂണ്ടയിടാൻ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഈ ഭാഗത്ത് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. ഒന്നാമത് പബ്ലിക് ടാപ്പുകളില്ല, പിന്നെ വീടുകളില്ല. വീടുകളുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. പൈപ്പിലൊന്നും വെള്ളം വരാത്തതുകൊണ്ട് അവർ പൈസ കൊടുത്തിട്ടാണ് വെള്ളമൊക്കെ വരുത്തുന്നത്. അതും വണ്ടികളൊന്നും വരില്ലല്ലോ, ഇവിടെ റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വെള്ളത്തിനൊക്കെ ഇവിടെ ഭയങ്കര ക്ഷാമമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ. വെള്ളം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചൂണ്ടയിടാൻ വരുന്നവർ വെള്ളം കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂണ്ടയിടുന്ന ആ പുലിമുട്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കാണിക്കാറുള്ള ഈ ഒരു വീട്, അതുപോലെ ഈ തകർന്നു പോയ ഈ വീടുകളുണ്ടോ. മുമ്പ് നമ്മൾ കാണിച്ചല്ലോ ഈ തകർന്ന വീടും ഒക്കെ. അതിൻ്റെ അടുത്തുള്ള ആ വീട് ഇപ്പോൾ കടൽ കുറച്ച് വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ വീട് കഴിഞ്ഞതാ ഇത്രയും ദൂരം വീണ്ടും കയറിട്ടോ. അപ്പുറത്ത് അവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ, അത് പൂർണ്ണമായിട്ടും പോയിട്ടോ, കടലിൽ കംപ്ലീറ്റ് പോയി. അതിൻ്റെ കുറച്ച് ആ കോൺക്രീറ്റ് ഭാഗങ്ങൾ പുറത്ത് കാണാമെന്നല്ലാതെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവും അവിടെ ബാക്കി വെച്ചിട്ടില്ല. ഈ ഒരു വീടാണെങ്കിൽ ഇങ്ങനെ കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ട്. കടലാക്രമണത്തിൽ തകർന്നു പോയൊരു വീടാണ്. ആ വീടിൻ്റെ ചുമരിൽ ഇതാ ഇപ്പോഴും ദൈവം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു ദൈവങ്ങൾക്കും
ഈ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ രക്ഷിച്ചതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല, അതിനൊരു തെളിവുമില്ല. അപ്പോൾ ആകെ കൂടെ രക്ഷിക്കാൻ കഴിവുള്ളത് ആർക്കാണെന്നറിയോ? ചില മനുഷ്യർക്ക്, അധികാരം ഉള്ള ചില മനുഷ്യർക്ക്. പക്ഷേ അധികാരമുള്ള മനുഷ്യരാണെങ്കിലോ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുകയില്ല, കണ്ടാൽ തന്നെ അതിൽ പ്രതികരിക്കാൻ വരികയില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. എന്തായാലും ഇത് വീടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ തകർന്ന് പോകുന്നു, ഭൂമി ഇല്ലാതാവുന്നു. പക്ഷേ ആരും ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. മിക്കവാറും വീഡിയോയുടെ ഒക്കെ താഴെ കാണാം പലരും ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ പറയുന്നത്. അവർ അവരുടെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതായിരിക്കാം. പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് എന്തോ നല്ലത് വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ ദുരിതങ്ങൾ അവരുടെ പ്രാർത്ഥനയിലൂടെ മാറും എന്നൊക്കെയുള്ള വിശ്വാസം കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയല്ല ഞങ്ങൾക്ക് വേണ്ടത്, നടപടികളാണ് വേണ്ടത്. അത് അധികാര സ്ഥാനത്ത് നിന്നുള്ള നടപടികളാണ് വേണ്ടത്. എന്ത് പറയാൻ, ആരോട് പറയാൻ? ഇന്ന് തിരിച്ചു പോട്ടെ കേട്ടോ. മഴയില്ലാത്ത ഒരു ദിവസമാണെന്ന് തോന്നുന്നു. മഴക്കാർ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ശരി.